ഒരു ആരോഗ്യമുള്ള സമയത്തൊക്കെ പോകലാണ് ഹജ്ജിന് വളരെ അനിവാര്യമായത്. ഹജ്ജിന് നല്ല ആരോഗ്യം വേണം. അത് പറയുമ്പോൾ നിങ്ങളെ ബേജാറാക്കാൻ വേണ്ടി പറയല്ലേ, പഠിച്ചോനെ എനിക്കിപ്പോൾ ഹജ്ജ് ചെയ്യാൻ കഴിയൂല, എനിക്ക് പ്രഷറുണ്ട്, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഞാൻ ബുദ്ധിമുട്ടാവുക. അള്ളാഹിനോട് നമ്മൾ ദ്വാർക്കണം. പക്ഷെ ഹജ്ജിന് ഏറ്റവും കൂടുതൽ ബേജാറോട് കൂടി ദ്വാരുന്ന ആളുകൾ ഓൽക്ക് ഓല ഹജ്ജ് ഒരു പ്രയാസവും ഇല്ലാതെ കഴിഞ്ഞുവിടും. ഞാനൊന്ന് ചെയ്യും എന്നുള്ള ഈ ഹുങ്കുള്ള ആൾക്കാർക്കാണ് എപ്പോഴും പ്രശ്നം വരിക. അപ്പൊ നമുക്കാർക്കും ഇപ്പൊ ആ ഹുങ്കും അഹങ്കാരം ഒന്നും ഇല്ലല്ലോ. ഒരു തായ്മയുള്ള മനസ്സാണല്ലോ, പഠിച്ചോനെ ഇജ്ജ് തൗഫീക്ക് തന്നാൽ ഞാൻ ചെയ്യും, നീ തന്നിട്ടില്ലെങ്കിൽ ചെയ്യാൻ കഴിയൂല. അള്ളാഹു ഈ വർഷം ഒരുങ്ങിയ എല്ലാ ഹാജിമാർക്കും ഈ വർഷം തന്നെ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, വിസകളൊക്കെ അടിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ വിസകളൊക്കെ അടിച്ച് റമദാനോട് കൂടി തീർന്നു കഴിഞ്ഞു. ഇനി വിസ അടിക്കണ പ്രശ്നം ഇനി ഇപ്രാവശ്യം ഇല്ല. ഇനി പുതിയ വല്ല കോട്ടയെ ഇറങ്ങിയിട്ട് ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള വിസൻ്റെ പ്രശ്നമേ ഉള്ളൂ. ബാക്കിയുള്ള വിസകളൊക്കെ സൗദി ഗവൺമെൻറ് വളരെ നേരത്തെ എന്ത് ചെയ്തു, ശരിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലത്തെ അവസ്ഥ വരരുത് എന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പം നമുക്ക് പേടി, പ്ലെയിൻ പൊന്തൂലേ, പ്ലെയിൻ അവിടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ലേ, ഇപ്പോഴത്തെ ബേജാറ് അതാണ്. എല്ലാം ദ്വാരക്കണം. നമ്മളൊക്കെ നിത്യവും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചോനെ ഞാൻ ഒരു മുറാദ് ഒരുങ്ങിയിട്ടുണ്ട്, അതിന് തടസ്സമൊന്നും ഉണ്ടാകരുത്, ഇത് റാഹത്തായി പൂർത്തിയാക്കാൻ തൗഫീക്ക് തരണം, ആ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കാരം നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഒരു കുല്യായിൽ കാഫിറൂന സൂറത്ത് ഓതി, അത് കഴിഞ്ഞ് 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹുവല്ലാഹു സൂറത്ത് ഓതി, അത്തഹിയാത്തിൽ മുഴുവനും ഓതി. അതിൽ വലിയ ദ്വായുണ്ട് അത്തഹിയാത്തിൽ, അത് ചെറുതാക്കി ഓതരുത്, അത് മുഴുവനും ഓതി നമ്മളെ കൊണ്ട് കഴിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം. അപ്പോൾ അള്ളാഹ് നമുക്ക് തൗഫീക്ക് തരും. അള്ളാഹ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഇരിക്കണവർക്കൊക്കെ ഒരുങ്ങിയവർക്കൊക്കെ ഇക്കൊല്ലം തന്നെ പോയി റാഹത്തായി മടങ്ങി വരാൻ തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്കൊരു മുടക്കവും തടസ്സവും നൽകരുത് അല്ലാ, ഒരു യുദ്ധക്കെടുതിയും നൽകരുത് അല്ലാ. എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് സഹിലാക്കി തരണം അല്ലാ, എളുപ്പമാക്കി തരണം റഹ്മാനെ. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക.